ഇച്ചായ അതേ നോക്കിക്കേ, ഈ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലാണ്. ആ ബിന്ദു കൃഷ്ണ പുള്ളിക്കാരനെ തള്ളി മാറ്റുന്ന വീഡിയോ. പുള്ളി ഒന്ന് ഹഗ് ചെയ്യാൻ ചെയ്തത് ഒരു സൗഹൃദത്തിന്റെ പേരിലല്ലേ. ഇവരിങ്ങനെ എതിർത്ത് തള്ളി മാറ്റേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ആളുകളുടെ മുമ്പിൽ നാണക്കേടായി പോയിണ്ടാവും പുള്ളിക്ക്. പിന്നെ ഒരു കാര്യം ശരിയാണ്, ആള് ഹഗ് ചെയ്യാൻ വന്നപ്പോ ഇവർ ആദ്യം നോ പറഞ്ഞു, പിന്നെയും വീണ്ടും വീണ്ടും പുള്ളി ചെല്ലുന്നുണ്ട്. അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സെലിബ്രിറ്റീസിനെയൊക്കെ ആളുകൾ എത്ര പേരാ പരിചയമില്ലാത്ത ഒരു പരിചയത്തെ ആൾക്കാർ ഒന്ന് കെട്ടിപ്പിടിച്ചു. സെലിബ്രിറ്റീസിന്റെ ഹഗ്ഗിങ്ങും ഇതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യേണ്ട. ഇതൊക്കെ രണ്ടും രണ്ട് തരത്തിലുള്ള ഹഗ്ഗിങ് ആണ്. എല്ലാ ഹഗ്ഗിങ്ങും ഒന്നല്ല. ഇന്റൻഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ നമുക്ക് മനസ്സിലാവും. അപ്പൊ നീ ഇങ്ങനെ ഇരിക്കുമ്പോ നീ വളരെ തളർന്ന് ഡെസ്പായിട്ടിരിക്കുക. ഇനി ഞാൻ വന്നിട്ട് കയ്യിലൊന്നും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കെയറിംഗ് ആണ്, നിനക്കൊരു സപ്പോർട്ടാണ്. നേരെ മറിച്ച് ഈ പിടുത്തത്തിൽ ഇതാ ഇങ്ങനൊന്നും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം മാറി. അപ്പൊ നമ്മൾ തൊടുമ്പുന്ന അർത്ഥം എന്താണെന്ന് കറക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാ ഇന്റൻഷനും ഒന്നല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ വീഡിയോ ഒന്ന് നീ കണ്ടു നോക്കിയേ. ഫസ്റ്റ് ജസ്റ്റ് നമ്പർ 1 കെട്ടിപ്പിടിക്കുന്നു, ഷേക്കൻ എടുക്കുന്നു, വിടുന്നു. അടുത്തത് വേണ്ടി വെയിറ്റിംഗ്. അടുത്ത അതേ ഫ്രണ്ടിൽ കെട്ടിപ്പിടിക്കും, ഇയാൾക്ക് ആകാംക്ഷ എങ്ങനെയെങ്കിലും തോരാ അടുത്ത അതിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതേ കെട്ടിപ്പിടിക്കുന്നു. മുഖത്ത് കൈമാറ്റമില്ല. കണ്ട, ഈ ഗോൾ കീപ്പർ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ, ഇടത്തേക്ക് വേണ്ടി പിടിക്കുന്നു, അപ്പോൾ വലത്തേക്ക് വേണ്ടി പിടിക്കുന്നു, എന്നിട്ട് വിടുന്നു. അതിനുശേഷം ബിന്ദു കൃഷ്ണ വരുന്നു. ഞാൻ ചെയ്യണമല്ല. നീ പറഞ്ഞല്ലോ ഇത്രയും ഭയങ്കര സ്നേഹമുള്ള സൗഹൃദമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹഗ് ചെയ്യും. അതിലൊരു തെറ്റുമില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കും നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മൾ വിശേഷം ചോദിക്കും, അതെന്താ ഇതെന്താ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വിടും. അല്ലാണ്ട് സ്നേഹമുള്ളവരെ കാണുമ്പോ പോകട്ടെ, അടുത്ത് വരട്ടെ, പോകട്ടെ, അടുത്ത് വരട്ടെ, അങ്ങനെയാണോ? അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം കെട്ടിപ്പിടിക്കാൻ മാത്രം ഒരു സ്പർശന സുഖം, മനസ്സിലായ? പിന്നെ ഈ എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഈ സാധനം ശീലിച്ചിട്ടില്ല. ഞാനൊക്കെ ഒരു 86 ജനിച്ചത്. അപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്ത്രീകളുമായിട്ട് കുറച്ചും കൂടിയൊക്കെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, നമ്മൾ ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, കറങ്ങിയിട്ടുണ്ട്, ബിയർ കുടിച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ അതും 60-50 കാലഘട്ടത്തിൽ ജനിച്ച ആളുകളുടെ സൗഹൃദം തമ്മിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 60 കാലഘട്ടത്തിലുള്ള ആളുകൾ ജനിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ചെല്ലുമ്പോൾ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഹഗ് ചെയ്യും. അതെന്തുകൊണ്ടാ? നമ്മളത് ശീലിച്ചിട്ടുണ്ട്, അവരത് ശീലിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? 70 വയസ്സായ കിളവ് പെട്ടെന്ന് ഒരു ശീലം തുടങ്ങി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. ഇതിന്റെയൊക്കെ ഇന്റൻഷൻ എന്താ നമുക്ക് അറിഞ്ഞൂടെ? ഇതിപ്പോ കണ്ടപ്പോ എനിക്കും തോന്നുന്നത് അത്ര നല്ല ഇന്റൻഷൻ അല്ല. അതൊക്കെ തന്നെ കാര്യം.